വെൽക്കം സർ. മാരേജ് പാക്കേജ് മറ്റും നോക്കാൻ വന്നാണോ? സോറി, ഞാൻ വിനേന്ദ്രൻ സാറിന് അല്പം ക്യാഷ് ഏൽപ്പിക്കാൻ വന്നതാ. ക്യാഷോ? സാർ എവിടുന്ന? ഞാൻ കുറച്ച് അകലിൽ നിന്ന് വരിക. വിനയൻ സാറിന്റെ സിസ്റ്റർ ഞങ്ങളുടെ മെഡിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ്സിൽ വർക്ക് ചെയ്യുന്നുണ്ട്, വിസ്മയ. ആ കുട്ടി അവരുടെ വീട്ടിൽ കൊടുക്കാൻ പറഞ്ഞേൽപ്പിച്ച പൈസയാ. അവിടെ ചെന്നപ്പോൾ ആളില്ല, പുറത്തു പോയിരിക്കുക എല്ലാവരും. പിന്നെ ക്യാഷ് സാറിനെ നേരിട്ട് ഏൽപ്പിക്കാൻ കരുതി. സാർ, അതിന് വിനയൻ സാർ ഇതുവരെ എത്തിയിട്ടില്ല. എപ്പോൾ വരുമെന്ന് പറയാനും പറ്റില്ല. അത് കുഴപ്പമില്ല. നിങ്ങളുടെ ആരാ? മാനേജറാണ്. എന്നിട്ടാണോ? ഇതേ 1.5 ലക്ഷം രൂപയുണ്ട്. വിനയൻ സാറിന്റെ ഹോസ്പിറ്റൽ ബില്ലടയ്ക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ വിസ്മയ കാശ് എത്തിക്കാൻ പറഞ്ഞത്. സാറ് വരുമ്പോൾ നേരിട്ടും കൊടുത്താൽ മതി. ഓ, ആയിക്കോട്ടെ. അത് വാങ്ങ വേണ. இந்த சாரி யாருன்னு நமக்கு தெரியாது. இவ்வளவு காசு நம்ம வாங்கி வச்சுட்டா நாளை வல்ல பிரச்சனை வந்தா என்ன செய்ய முடியும்? കാശ് വിനയ് സാറിന്റെ കയ്യിൽ നേരടിയെ കൊടുക്കട്ടോ, അതാണ് നല്ലത്. വല്യ പറഞ്ഞത് ശരിയാണ്. ഞങ്ങൾ ഇവിടുത്തെ സ്റ്റാഫാണ് സാർ. ഇത്രയും വലിയ എമൗണ്ട് വാങ്ങി വെച്ചിട്ട് വല്ല കാരണവശാലും വിനയൻ സാർ നാളെ ഞങ്ങളെ ബ്ലെയിം ചെയ്താ... നോ, അങ്ങനെയൊന്നും വരാൻ വഴിയില്ലെന്നേ. ഈ കാശ് സാറിന്റെ സഹോദരി കൊണ്ട്... സോറി സാർ, വിനയൻ സാറിനെ കണ്ട് നേരിട്ട് ഏൽപ്പിച്ചേക്ക് പ്ലീസ്. അല്ല, അത് പിന്നെ... സാറിന് കാശ് തന്നാച്ചാ? ആര് കാശ് തന്നോന്ന്? ഇപ്പൊ ഇങ്ങ ഉണ്ടായിരുന്നില്ലേ? വിസ്മയ കാശ് കൊടുത്തു വിട്ടെന്ന് പറഞ്ഞു വന്നതാ. 1.5 ലക്ഷം രൂപ. 1.5 ലക്ഷം രൂപയോ? എന്നിട്ട് ആളെവിടെ? ഇന്ന് വിളിക്ക്. ആളിങ്കി ഉണ്ടായിരുന്നല്ലോ. എവിടെയാള്? ഞാൻ കണ്ടതാ സാറേ, ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ. ആരെങ്കിലും ആവട്ടെ, മല്ലി എന്റെ ക്യാബിനിലേക്കൊന്ന് വരണം. ഇവ എങ്ക പോച്ച്?